സാഹിത്യകൃതികൾ വായിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ വിവരം ഉണ്ടാകാൻ വേണ്ടിയിട്ടൊന്നുമല്ല. വിവരം ഉണ്ടായിട്ട് എന്താ കാര്യമൊന്നും അത്ര നിശ്ചയമില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പുസ്തകത്തിലേക്ക് ഒരു നോട്ടം നോക്കുമ്പോൾ നിങ്ങൾ മറ്റൊരാളെ കേൾക്കാൻ തുടങ്ങും. നമുക്കറിയുന്നത് പോലെ ഈ റീഡിംഗ് വരുന്നുണ്ട്, ഓൺലൈൻ വായനകൾ വരുന്നുണ്ട്, മറ്റു പലതരത്തിലുള്ള ഉപാധികൾ വരുന്നുണ്ട്. ഇതൊന്നും പക്ഷേ പുസ്തകമോ അത് നൽകുന്ന വായനാ സാധ്യതയോ ഇല്ലാതാക്കില്ല. ഹ്യൂമൻ എക്സിസ്റ്റൻസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ, മനുഷ്യാവസ്ഥയുടെ ഒരു സ്വാഭാവികമായ തുടർച്ച എന്ന പോലെ നിലവിൽ വരുന്ന ചില കണ്ടെത്തലുകൾ ഉണ്ടെന്നും അത്തരം ഒരു കണ്ടെത്തലാണ് മനുഷ്യൻ പുസ്തകങ്ങളിലൂടെ നടത്തിയത് എന്നുമാണ് ഉംബർട്ടോ എക്കോ അതിൽ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒറ്റക്കൊരാളായിട്ടിരുന്ന് വായിക്കുകയും മനുഷ്യവംശത്തിൻ്റെ ഏതേതോ പ്രകാരങ്ങളോട് കൂട്ടുചേരുകയും അപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടേത് മാത്രമായ ഒരു അനുഭവ ലോകത്ത് ആഴ്ന്നു പോവുകയും ചെയ്യുന്നു എന്നതാണ് ഒരുപക്ഷെ പുസ്തകം തരുന്ന ഏറ്റവും വലിയ സാധ്യത. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു ആശയം എൻ്റെ മനസ്സിൽ വന്നത് ഒരു സാഹിത്യകാരൻ്റെയോ സർഗാത്മക എഴുത്തുകാരൻ്റെയോ വരികളിൽ നിന്നല്ല, ഒരു ശാസ്ത്രചിന്തകൻ്റെ എഴുത്തിൽ നിന്നാണ്. കാൾ സാഗൻ എന്നു പേരായ ഒരു ശാസ്ത്രജ്ഞൻ കോസ്മോസ് എന്ന വളരെ വിഖ്യാതമായ ഗ്രന്ഥത്തിലൂടെ പ്രപഞ്ചഘടനയെ സംബന്ധിക്കുന്ന വലിയ ആശയങ്ങൾ ലോകത്തെ സാധാരണ ആളുകൾക്ക് മുമ്പിൽ എത്തിച്ച ഒരു വലിയ ശാസ്ത്രജ്ഞനായിരുന്നു കാൾ സാഗൻ. കാൾ സാഗൻ ഒരിക്കൽ പുസ്തകങ്ങളെക്കുറിച്ച് പറയുന്നൊരു വാക്യം ഏതാണ്ട് ഇങ്ങനെയാണ്: എ ഗ്ലാൻസ് അറ്റ് എ ബുക്ക്, യു വിൽ ഹിയർ ദ വോയിസ് ഓഫ് അനദർ പേഴ്സൺ, പെർഹാപ്സ് ഡെഡ് ഫോർ 1000 years. എ ഗ്ലാൻസ് അറ്റ് എ ബുക്ക്, ഒരു പുസ്തകത്തിലേക്കുള്ള വെറുമൊരു നോട്ടം. യു വിൽ ഹിയർ ദ വോയിസ് ഓഫ് അനദർ പേഴ്സൺ, നിങ്ങൾ മറ്റൊരാളുടെ ശബ്ദം കേട്ടു തുടങ്ങും. പെർഹാപ്സ് ഡെഡ് ഫോർ 1000 years, ഒരുപക്ഷെ 1000 വർഷങ്ങളായി മൃതനായി തീർന്ന ഒരാളുടെ ശബ്ദം. ഏറ്റവും ഒടുവിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് റീഡിങ് ഈസ് എ വോയേജ് ത്രൂ ദ ടൈം. വായിക്കുക എന്നാൽ കാലത്തിലൂടെയുള്ള ഒരു കപ്പലോട്ടമാണ്. ഒരർത്ഥത്തിൽ വായനയെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചുമുള്ള ഏറ്റവും മൗലികമായ ഒരു നിരീക്ഷണം അതിലുണ്ട് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നാം ഒരു പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് നിന്ന് ഒരു വാക്യം നമ്മെ തേടി വരും. ആ വാക്യം അന്നൊന്നുമില്ലാത്തൊരർത്ഥത്തിലേക്കും അനുഭവത്തിലേക്കും നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയും നമ്മുടെ കാലത്തിന്, നമ്മുടെ മുമ്പിലുള്ള ഒരു സന്ദർഭത്തിന് അതുല്യമായൊരു വ്യാപ്തി നൽകുകയും ചെയ്യും. ഞാൻ മദ്രാസിൽ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ അന്ന് സാനുമാഷുണ്ട്, കാരശ്ശേരി മാഷുണ്ട്. കാരശ്ശേരി മാഷ് സംഭാഷണ മധ്യേ ചേകന്നൂർ മൗലവിയുടെ വധത്തെക്കുറിച്ച് പറയുകയുണ്ടായി. പിന്നാലെ സംസാരിച്ച സാനുമാഷ് പെട്ടെന്ന് ആൻറ്റിഗണിയിൽ നിന്നൊരു വാക്യം ഉദ്ധരിച്ചു: ജീവിച്ചിരിക്കുന്നവരെക്കാൾ നമുക്ക് മരിച്ചവരോട് ഉത്തരവാദിത്തമുണ്ട്. സോഫോക്ലീസ് 2400 കൊല്ലം മുമ്പ് എഴുതിയ ഒരു വാക്യമാണ്. ജീവിച്ചിരിക്കുന്നവരെക്കാൾ നമുക്ക് മരിച്ചവരോട് ഉത്തരവാദിത്തമുണ്ട്. 2.5 സഹസ്രാബ്ദങ്ങൾ പിന്നിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സന്ദർഭത്തെ, ഒരു അവസ്ഥയെ, ഒരു സംഭവത്തെ അതെത്ര അഗാധമായ ഒരു ലോകത്തിലേക്ക് ഒറ്റ വാക്യം കൊണ്ട് കടത്തിക്കൊണ്ടുപോയി എന്ന് അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയുണ്ടായി. വാസ്തവത്തിൽ പുസ്തകങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ ചരിത്രത്തിൻ്റെ വാതിലുകൾ പോലെ നിലക്കൊള്ളുകയും
മനുഷ്യവംശത്തിൻ്റെ അനുഭവത്തിൻ്റെ വലിയ വലിയ ശേഖരങ്ങളായി ഇരിക്കുകയും ചെയ്യുക എന്നതാണ്. അതാണ് പുസ്തകങ്ങളെ അനിവാര്യമാക്കി തീർക്കുന്ന ഒരു കാര്യം. മറ്റേതെങ്കിലും ഒരു വായനാ സാമഗ്രിക്ക് ആ നിലയിൽ ആ ദൗത്യം നിറവേറ്റാൻ കഴിയുമോ എന്നതും സംശയമാണ്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ പുസ്തക ശേഖരങ്ങളിൽ ഒന്നിൻ്റെ ഉടമയായിരുന്നു ചില വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഉംബർട്ടോ എക്കോ. അദ്ദേഹം നോവലിസ്റ്റായിരുന്നു, ചിഹ്നവിജ്ഞാന വിദഗ്ധനായിരുന്നു, വലിയ സൈദ്ധാന്തികനായിരുന്നു. അദ്ദേഹം അവസാനം എഴുതിയ പുസ്തകങ്ങളിലൊന്ന് പുസ്തകത്തിൻ്റെ മരണത്തെക്കുറിച്ചാണ്. പുസ്തകം മരിക്കുന്നു എന്ന് ധാരാളമായിട്ട് ചർച്ചകൾ നടക്കുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നല്ലോ. അദ്ദേഹം പുസ്തകങ്ങളുടെ മരണത്തെക്കുറിച്ച് എഴുതി. ദിസ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് എ ബുക്ക് എന്ന പേരിൽ പുസ്തകങ്ങൾ മരിക്കുന്നോ. അതിൽ അദ്ദേഹം പറഞ്ഞ രസമുള്ളൊരാശയം, ചില കണ്ടുപിടുത്തങ്ങൾ മനുഷ്യൻ്റെ കണ്ടെത്തലുകൾക്ക് പിന്നെ ഇല്ലാതാകാൻ കഴിയില്ല, മനുഷ്യവംശമുള്ളിടത്തോളം അത് തുടരും. അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞത് ചക്രങ്ങളാണ്, വീല്. മനുഷ്യൻ ചക്രം കണ്ടെത്തിയതിന് ശേഷം പിന്നെ ചക്രമില്ലാത്ത ഒരു നാഗരികത സാധ്യമല്ല. ഇനി നിങ്ങൾ എത്ര പുരോഗമിച്ചാലും എന്തെല്ലാം മാറ്റങ്ങൾ വന്നാലും ചക്രം എന്നത് മാനുഷിക ജീവിതത്തിൻ്റെ, മനുഷ്യാവസ്ഥയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ കണ്ടെത്തലുകളും അങ്ങനെയല്ല. പലതും പുതിയ കണ്ടെത്തലുകൾ വരുമ്പോൾ പിൻവാങ്ങിപ്പോകും, പലതും കാലഹരണപ്പെടും, പലതിനും പ്രയോജനം ഇല്ലാണ്ടാവും. പക്ഷെ ചിലത് ഇങ്ങനെ അവസാനമില്ലാതെ തുടരും. വേണമെങ്കിൽ തീയുടെ കണ്ടുപിടുത്തം അങ്ങനെയാണെന്ന് പറയാം. ആദിമ മനുഷ്യൻ തീ കണ്ടെത്തിയതിന് ശേഷം പിന്നെ തീയില്ലാത്ത ഒരു മാനവ നാഗരികത ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഇങ്ങനെ ഹ്യൂമൻ എക്സിസ്റ്റൻസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ, മനുഷ്യാവസ്ഥയുടെ ഒരു സ്വാഭാവികമായ തുടർച്ച എന്ന പോലെ നിലവിൽ വരുന്ന ചില കണ്ടെത്തലുകൾ ഉണ്ടെന്നും അത്തരം ഒരു കണ്ടെത്തലാണ് മനുഷ്യൻ പുസ്തകങ്ങളിലൂടെ നടത്തിയത് എന്നുമാണ് ഉംബർട്ടോ എക്കോ അതിൽ പറയുന്നത്. അത് വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമായിട്ട് എടുക്കാവുന്നതാണ്. കാരണം അദ്ദേഹം പറയുന്നത് വായനയുടെ പലമാതിരി സാമഗ്രികൾ ഇനിയും മാറിമറിഞ്ഞു വരും. നമുക്കറിയുന്നത് പോലെ റീഡിങ് വരുന്നുണ്ട്, ഓൺലൈൻ വായനകൾ വരുന്നുണ്ട്, മറ്റു പലതരത്തിലുള്ള ഉപാധികൾ വരുന്നുണ്ട്. ഇതൊന്നും പക്ഷേ പുസ്തകമോ അത് നൽകുന്ന വായനാ സാധ്യതയോ ഇല്ലാതാക്കില്ല എന്നാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. അദ്ദേഹം അതിനെ വളരെ കൂടുതൽ വികസിപ്പിക്കുന്നില്ല. പക്ഷെ എന്താണ് പുസ്തകം നമ്മോട് ചെയ്യുന്നത്, അഥവാ എന്താണ് പുസ്തകങ്ങൾ മനുഷ്യാവസ്ഥയുമായി ഇത്ര ആഴത്തിൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്നതിനുള്ള കാരണം എന്നത് നമുക്ക് മറ്റു നിലകളിൽ കൂടി ആലോചിക്കാവുന്നതാണ്. ഞാൻ കരുതുന്നത് വാസ്തവത്തിൽ ഈ പുസ്തകങ്ങളും അച്ചടിക്കപ്പെട്ട വായനാ സാമഗ്രികളും ആധുനിക മനുഷ്യൻ്റെ ഉണ്മയോട്, ആധുനിക മനുഷ്യൻ്റെ ആന്തരികതയോടും അയാളുടെ നിലനിൽപ്പിനോടും വളരെ ആഴത്തിൽ ബന്ധപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് എന്നാണ്. അത് മുൻപുള്ള താളിയോലകളോ പാപ്പിറസ് ചുരുളുകളോ ഊർജപത്രങ്ങളോ പോലെയുള്ള എഴുത്ത് സാമഗ്രികളല്ല, പിന്നാലെ വന്ന റീഡിങ്ങിൻ്റെ സാമഗ്രികളെപ്പോലെ ഒന്നുമല്ല. അവയെല്ലാം മനുഷ്യൻ്റെ ഉപകരണങ്ങൾ എന്ന നിലയിലാണെങ്കിൽ പുസ്തകം എന്നത് ഒരുപക്ഷെ മനുഷ്യാവസ്ഥയുടെ വളരെ ആഴത്തിലുള്ളൊരു ഘടകമായി, എക്കോയിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബയോളജിക്കൽ എക്സ്റ്റൻഷൻ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്ന് പറയാവുന്ന, മാനുഷികമായ നിലനിൽപ്പിൻ്റെ ജൈവപരമായൊരു തുടർച്ച എന്ന് പറയാവുന്ന മട്ടിലുള്ളൊരു സ്ഥാനത്തേക്ക് പുസ്തകങ്ങൾ കയറി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നത് കൂടുതൽ വിപുലമായിട്ട് ആലോചിക്കേണ്ടതാണ്. അതേക്കുറിച്ചുള്ള ആശയങ്ങൾ പൂർണ്ണമായിട്ട് പറയാൻ വാസ്തവത്തിൽ നമുക്ക് സമയപരിമിതിയുണ്ട്. അതുകൊണ്ട് ഞാൻ ചില ആശയങ്ങൾ മാത്രം ഇതുമായി ബന്ധപ്പെട്ടൊന്ന് സൂചിപ്പിക്കാം. എന്തുകൊണ്ട് പുസ്തകങ്ങൾ? ഒന്നാമത്തെ കാരണം, അച്ചടി വരുന്നതോടെ അച്ചടി എന്നത് അതുവരെ ഉണ്ടായിരുന്ന എഴുത്ത് രീതികളിൽ നിന്ന് മറ്റൊരു എഴുത്ത് രീതിയിലേക്കുള്ള സാങ്കേതികമായ മാറ്റം മാത്രമല്ല. അച്ചടിക്കപ്പെട്ട വാക്ക് മുമ്പ് എഴുതപ്പെട്ട വാക്കിൻ്റെ സാങ്കേതികമായ ഒരു പുനരാവിഷ്കാരം മാത്രമല്ല, മറിച്ച് അച്ചടിക്കപ്പെട്ട വാക്ക് പുതിയൊരു തരം മനുഷ്യാവസ്ഥയെ സൂചിപ്പിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പറഞ്ഞും കേട്ടും നാം മനസ്സിലാക്കിയ വാക്കിൽ നിന്ന് അച്ചടിച്ചും വായിച്ചും നാം മനസ്സിലാക്കുന്ന വാക്കിലേക്ക് അനുഭവപരമായൊരു വലിയ വഴിമാറലുണ്ട്.
ആ വഴിമാറൽ ആധുനികതയിലേക്കുള്ള ഷിഫ്റ്റാണ്. എന്താന്ന് വെച്ചാൽ, പറഞ്ഞും കേട്ടും നാം അറിയുന്ന ലോകം വാസ്തവത്തിൽ ഒരു കലങ്ങിമറിഞ്ഞ ലോകമാണ്. കാരണം ഒരു സന്ദർഭത്തിൽ ഒരു ശബ്ദം മാത്രമായിട്ടല്ല നാം കേൾക്കുക. ഇപ്പം ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, ആ ശബ്ദം നിങ്ങളിൽ കുറേ പേര് കേൾക്കുന്നുണ്ട്. ഫാൻ കറങ്ങുന്നുണ്ട്, അരികത്ത് നിന്ന് മറ്റുള്ള ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ശബ്ദങ്ങളുടെ ഒരു കലമ്പലായിട്ടല്ലാതെ ഒറ്റക്കൊരു ശബ്ദമായിട്ട് വാസ്തവത്തിൽ ഈ ശബ്ദങ്ങളൊന്നും നിൽക്കില്ല. ഒരു ശബ്ദം മാത്രമായിട്ട് കേൾക്കാൻ പറ്റില്ല. നിങ്ങൾക്കിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് മാത്രമായി കേൾക്കാൻ പറ്റില്ല. ഈ ശബ്ദങ്ങളുടെ എല്ലാം ഇടയിൽ എൻ്റെ കൂടി ശബ്ദം കേൾക്കും എന്നേ ഉള്ളൂ. അത് കേൾവിയുടെ ഒരു സ്വഭാവമാണ്. കേൾവിയുടെ സന്ദർഭം എപ്പോഴും ഒരു കലക്കമുണ്ട്, ഒരു ഫ്ലക്സാണ്. അല്ലാതെ വളരെ ലീനിയറായിട്ടുള്ള ഒരു ശബ്ദം മാത്രം നിലനിൽക്കുന്ന ഒരു സന്ദർഭവും സ്വാഭാവികമായി പ്രകൃതിയിലില്ല. അത് നിങ്ങൾ സംസാരിക്കുമ്പോഴായാലും, നിങ്ങൾ പാട്ട് പാടുമ്പോഴായാലും, ക്ലാസ് എടുക്കുമ്പോഴായാലും, കവലയിൽ നിൽക്കുമ്പോഴായാലും ഒക്കെ ശബ്ദങ്ങളുടെ ഒരു വലിയ അന്തരീക്ഷത്തിൻ്റെ നടുവിലാണ് നമ്മുടെ ഒച്ചയും നിൽക്കുക. നമ്മുടേത് മാത്രമായ ഒരൊച്ച പ്രപഞ്ചത്തിൽ സാധ്യമല്ല. അതായത് കേൾവിയുടെ ഒരു സന്ദർഭം എപ്പോഴും ഒരു കലക്കത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. പറച്ചിലിൻ്റെ സന്ദർഭവും വാസ്തവത്തിൽ ഇതിനെ ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം നമ്മളാരും നേർവരയിൽ സംസാരിക്കുന്നില്ല. ലീനിയാരിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഭാഷയിൽ സാധ്യമല്ല. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു തുടങ്ങും, മറ്റൊരിടത്തേക്ക് വഴിമാറും, ചിലപ്പോൾ തിരിച്ചു വരും, ചിലപ്പോൾ വഴിമാറിയ വഴിയിലൂടെ മുമ്പോട്ട് പോകും. അങ്ങനെ ഇടർച്ചകളും വിച്ഛേദങ്ങളും ഒക്കെ ആയിട്ടല്ലാതെ നേർവരയിൽ അച്ചടി വടിവിൽ മനുഷ്യർ പൊതുവെ സംസാരിക്കില്ല. അങ്ങനെ സംസാരിക്കുന്ന ആളുകളുണ്ട്. അത് സംഭാഷണത്തിൻ്റെ ഏറ്റവും വികൃതമായൊരു രൂപവുമാണ്. മറിച്ച് സംഭാഷണത്തിലെ വിച്ഛേദങ്ങളും പിളർപ്പുകളും വൈരുദ്ധ്യങ്ങളും ഒക്കെയാണ് ഭാഷണത്തെ കൗതുകമുള്ളതാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കേൾവിയുടെയും പറച്ചിലിൻ്റെയും സന്ദർഭം കലക്കങ്ങളുടേതാണെങ്കിൽ അച്ചടിയിലേക്ക് നിങ്ങൾ നോക്കിയാൽ കാണാവുന്നത് അങ്ങനെ കലക്കങ്ങളല്ല. അതൊരു വാക്കിന് പിന്നാലെ അടുത്ത വാക്ക്, ഒരു വാക്യത്തിന് പിന്നാലെ അടുത്ത വാക്യം, ഒരു പാരഗ്രാഫിന് പിന്നാലെ അടുത്ത പാരഗ്രാഫ്, ഒരു ഖണ്ഡികയ്ക്ക് പിന്നാലെ അടുത്ത ഖണ്ഡിക എന്നിങ്ങനെ ക്രമമായി രേഖീയമായി വിന്യസിക്കപ്പെടുന്ന ആശയങ്ങളുടെ ഒരു ലോകമാണ് അച്ചടിക്കപ്പെട്ട വാക്കിലുള്ളത്. അച്ചടി സഹജമായി തന്നെ ലീനിയാരിറ്റിയെ ഉൾക്കൊള്ളുന്നുണ്ട്, രേഖീയതയെ ഉൾക്കൊള്ളുന്നുണ്ട്. പറച്ചില്ലതില്ല, കേൾവിയിൽ ഒട്ടും തന്നെ ഇല്ല. പക്ഷേ അച്ചടിക്കപ്പെട്ട വാക്കിലുണ്ട്. അതുകൊണ്ട് അച്ചടിയിലേക്ക് വാക്ക് പ്രവേശിക്കുകയും അച്ചടിക്കപ്പെട്ട വാക്കുകളിലൂടെ നാം ലോകത്തെ മനസ്സിലാക്കുന്ന ഒരു ക്രമം നിലവിൽ വരികയും ചെയ്യുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ലോകാനുഭവത്തിൻ്റെ പാറ്റേൺ മാറുന്നു. ഇങ്ങനെ മാറി വന്ന പാറ്റേണാണ് വാസ്തവത്തിൽ ആധുനികതയുടെ മനോഘടനയെ രൂപപ്പെടുത്തിയത്. ആധുനികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളിൽ ഒന്ന് സംശയരഹിതമായും യുക്തിക്ക് കൈവന്ന സാർവത്രികമായ പ്രാധാന്യമാണ്. മാർഷൽ മക്ലൂഹനെ പോലെ ഒരു ചിന്തകൻ ഗുട്ടൻബർഗ് ഗാലക്സി എന്നതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അച്ചടിയിലെ രേഖീയത, ലീനിയർ പെർസ്പെക്റ്റീവ് എന്ന പേരിൽ ചിത്രകലയിൽ വന്ന രേഖീയതാബോധം, നമ്മുടെ സാമൂഹ്യ വിചാരങ്ങളിലൊക്കെ യുക്തിപരത എന്ന ആശയത്തിന് കൈവന്ന പ്രാധാന്യം, ഇങ്ങനെ യുക്തി എന്നത്, അതിൻ്റെ രേഖീയമായ ആവിഷ്കാരങ്ങളെന്ന് മനുഷ്യവികാരത്തെയും അനുഭവത്തെയും ഭാവനയെയും ചിന്താമണ്ഡലങ്ങളെയും കാഴ്ചയെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരടിസ്ഥാന ഘടകമായി തീരുന്ന ഒരു സുപ്രധാന സന്ദർഭത്തെ സൂചിപ്പിക്കാനാണ് ഗുട്ടൻബർഗ് ഗാലക്സി എന്ന് മക്ലൂഹൻ പറയുന്നത്. ആ ഗാലക്സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങളിലൊന്ന് ഈ അച്ചടിയും അച്ചടിക്കപ്പെട്ട സാമഗ്രികളുമാണ്. അങ്ങനെ അച്ചടിക്കപ്പെട്ട സാമഗ്രികൾ എന്ന് പറയുന്നത്, ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഇത് മുമ്പ് എഴുതിയിരുന്നത് താളിയോലയിൽ എഴുതിയത് ഇപ്പം അച്ചടിച്ചു എന്നല്ല മനസ്സിലാക്കേണ്ടത്. പുതിയൊരു ഡൊമൈൻ പറക്കുന്നു. സാങ്കേതികമായി പറഞ്ഞാൽ പുതിയൊരു പാരഡൈം പറക്കുന്നു. അനുഭവങ്ങൾക്ക്, ആശയരൂപീകരണങ്ങൾക്ക്, അതിൻ്റെ വിതരണത്തിന് ഒക്കെ പുതിയൊരു പ്രകാരം വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഒരു പുതിയ പ്രകാരം വരികയും ആ പ്രകാരത്തിന് ഒരേ സമയം രണ്ട് സ്വഭാവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. കാരണം അച്ചടിക്കപ്പെട്ട ഒരു സാമഗ്രി താളിയോല പോലെയല്ല. താളിയോല ഒരു കോപ്പിയേ ഉള്ളൂ, ഒരാളുടെ പക്കലേ ഉള്ളൂ. അച്ചടിക്കപ്പെട്ട പുസ്തകം 10,000-കണക്കിന് കോപ്പികളുണ്ട്, ലക്ഷോപലക്ഷം മനുഷ്യരിലേക്ക് അത് നീങ്ങുന്നുണ്ട്. അങ്ങനെ വായനയുടെ ആശയപ്രപഞ്ചത്തിൻ്റെ ഒരു സാർവത്രികവും സാമാന്യവുമായ വ്യാപനം സാധ്യമാക്കുന്ന ഒരു എഴുത്ത് രൂപമാണ് വാസ്തവത്തിൽ അച്ചടി എന്നത്. അതേസമയം തന്നെ അത് ഓരോ വ്യക്തിയുടെയും ഒരു സ്വകാര്യമായ ഉടമാവകാശത്തിലേക്ക് എത്തുന്നുമുണ്ട്. പുസ്തകത്തിൻ്റെ ഒരു സവിശേഷത അതാണ്. ഒരു പുസ്തകം 10,000 കോപ്പി അച്ചടിക്കുകയും സൈമൾട്ടേനിറ്റി, സമകാലികത
ഒരു ഒരേ കാലത്ത് എല്ലാവരിലേക്കും എത്തിച്ചേരാനുള്ള ഒരു ശേഷി അതിന് കൈവരികയും അതേസമയം വായനയുടെ സന്ദർഭത്തിൽ ഓരോ വ്യക്തിയും അത് വളരെ സ്വകാര്യമായി വായിക്കുകയും ചെയ്യും. അങ്ങനെ 10,000 കോപ്പി അച്ചടിക്കുമ്പോൾ ഒരേ അനുഭവ മണ്ഡലത്തിലൂടെ മനുഷ്യർ കടന്നു പോകുന്നു, ഏതാണ്ട് ഒരേ കാലത്ത് കടന്നു പോകുന്നു. പക്ഷെ ഓരോരുത്തരും അവരവരുടേതായ വായനയുടെ വിഭവമാക്കി പുസ്തകത്തെ മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ തൻ്റെ കാലത്തും തൻ്റെ അനുഭവത്തിലും വേരാഴ്ത്തി നിന്ന് അതേ സമയത്ത് തന്നെ സാർവത്രികമായ ഒരു അനുഭവ ലോകത്തേക്ക് പടർന്നു കയറാൻ മനുഷ്യന് പ്രാപ്തി നൽകുന്ന ഒരു ഉപാധിയായിട്ട് പുസ്തകം മാറി. പുസ്തകം വലിയ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ലോക്കൽ കളർ വിത്ത് യൂണിവേഴ്സൽ അപ്പീൽ എന്ന് പറയും. അതിന് പ്രാദേശികമായൊരു വർണ്ണഛായ ഉണ്ടാവും, പക്ഷേ സാർവത്രികമായൊരു അനുഭവ മൂല്യമുണ്ടാകും. ഇങ്ങനെ പ്രാദേശികമായ വർണ്ണഛായയോടെ സാർവത്രികമായൊരു അനുഭവ ലോകത്തേക്ക് കടന്നു കയറാൻ മനുഷ്യർക്ക് പ്രേരണ നൽകുന്ന, പ്രാപ്തി നൽകുന്ന ഒരു ഉപാധിയായിട്ട് പുസ്തകം മാറി. അങ്ങനെ ഓരോ വ്യക്തിയും തൻ്റെ നിൽപ്പിൽ തന്നെ ഒരു സാമൂഹികതയിലേക്ക് പ്രവേശിക്കുന്നു. സാമൂഹികതയിലേക്ക് പ്രവേശിക്കുന്ന ഉപാധി ഏതാണോ അത് തന്നെ ഇയാൾക്ക് ആന്തരികതയുടെ ഒരു പുതിയ ലോകം സമ്മാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇൻഡിവിജ്വലായ ഒരു ഇൻറ്റേണാലിറ്റി, വൈയക്തികമായ ഒരു ആന്തരികത ഓരോ വായനയിലൂടെയും നമുക്ക് കൈവരുന്നു. ആ ആന്തരികതയിലേക്ക് കടക്കുന്ന അതേ വഴിയിലൂടെ നിങ്ങൾക്ക് ഇതര മനുഷ്യരുമായുള്ള ഒരു സാർവത്രിക സാഹോദര്യം സാധ്യമാവുകയും ചെയ്യുന്നു. ഇങ്ങനെ യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്നതും ഇൻറ്റേണാലിറ്റി എന്ന് പറയുന്നതും സാർവലൗകികത എന്ന് പറയുന്നതും അങ്ങേയറ്റം വൈയക്തികമായ ആന്തരികത എന്ന് പറയുന്നതും ഒരുമിച്ച് ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യുന്ന ഒരു സാമഗ്രിയായിട്ടാണ് പുസ്തകം മാറിത്തീർന്നത്. വാസ്തവത്തിൽ ആധുനികത മനുഷ്യന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി എന്താണെന്ന് ചോദിച്ചാൽ, സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, വ്യക്തികളുടെ ഒരു ആന്തരിക ലോകം, മുമ്പില്ലാത്ത വിധം പ്രബലമായ ഒരു ആന്തരിക ലോകം മനുഷ്യർക്കത് സമ്മാനിച്ചു എന്നാണ്. കുമാരനാശാൻ വീണപൂവിൽ പൂവിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. പൂവ് സുന്ദരാണെന്ന് പറയാനായിട്ട് ആശാൻ ഉപയോഗിക്കുന്നത് പൂവിന് നല്ല ഭംഗിയുണ്ട് എന്നല്ല, മറിച്ച് ജാതാനുരാഗം ഒരുവൻ്റെ മിഴിക്കു വേദ്യം ഏതോ വിശേഷ സുഭഗത്വവും ആർന്നിരിക്കാം എന്ന് പറയും. അനുരാഗിയായ ഒരാളുടെ കണ്ണുകളിൽ മാത്രം തെളിയുന്ന വിശേഷ ഭംഗി ഈ പൂവിന് കൈവന്നിരുന്നു എന്നാണ്. അതുകൊണ്ട് എല്ലാവരും നോക്കിയാൽ കാണുന്ന പൊതുവായ കാഴ്ചയല്ല, ആരുടെ കണ്ണിലും തെളിയുന്ന പൊതുവായ സൗന്ദര്യമല്ല, അനുരാഗിയായ ഒരാളുടെ കണ്ണിൽ മാത്രം തെളിയുന്ന ആന്തരികമായൊരു മൂല്യമായി സൗന്ദര്യം മാറി. സൗന്ദര്യം ഒരു വസ്തുഗുണം എന്നതിൽ നിന്ന് വ്യക്തിയുടെ ആന്തരികമായ അനുഭൂതിയുടെ തലത്തിലേക്ക് മാറി. ഇങ്ങനെ മാറി വന്ന അനുഭൂതിയാണ് ആധുനികമായ സൗന്ദര്യബോധം എന്നത്. ഈ സൗന്ദര്യബോധത്തെയാണ് കുമാരനാശാൻ ജാതാനുരാഗം ഒരുവൻ്റെ മിഴി എന്ന് രേഖപ്പെടുത്തിയത്. ഇത് വ്യക്തികൾക്ക് നൽകുന്നതിൽ വാസ്തവത്തിൽ പുസ്തകങ്ങൾ വഹിച്ച പങ്ക് വളരെ 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 വലുതാണ്. അതുവരെ പൊതുവായിരുന്ന പാഠങ്ങളിൽ നിന്ന്, എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കിയിരുന്ന അർത്ഥങ്ങളിൽ നിന്ന് ഓരോരുത്തരും താന്താങ്ങളുടേതായ സവിശേഷമായ അനുഭവത്തിലേക്ക് ഈ വായനയിലൂടെ കടന്നു കയറുന്ന, ഉള്ളിലേക്ക് ആഴ്ന്നാഴ്ന്നു പോകുന്ന, സാങ്കേതികമായ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു കണ്ടംപ്ലേറ്റീവ് സബ്ജക്റ്റിവിറ്റി, ധ്യാനാത്മകമായ ഒരു ആന്തരിക ബലമുള്ള കർത്തൃഭാവത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമഗ്രിയായിരുന്നു ആധുനികതയിലെ പുസ്തകങ്ങൾ. അത് പുസ്തകം ചെയ്തതുപോലെ മറ്റൊന്നും ചെയ്തിട്ടില്ല. ഇന്നും മനുഷ്യർക്ക് ഈ ഇൻറ്റേണാലിറ്റിയെയോ അത് നൽകുന്ന സബ്ജക്റ്റിവിറ്റിയെയോ ഉപേക്ഷിക്കുക സാധ്യവുമല്ല. അതുകൊണ്ട് നിങ്ങൾ ഒറ്റക്കൊരാളായിട്ടിരുന്ന് വായിക്കുകയും മനുഷ്യവംശത്തിൻ്റെ ഏതേതോ പ്രകാരങ്ങളോട് കൂട്ടുചേരുകയും അപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടേത് മാത്രമായ ഒരു അനുഭവ ലോകത്ത് ആഴ്ന്നു പോവുകയും ചെയ്യുന്നു എന്നതാണ് ഒരുപക്ഷെ പുസ്തകം തരുന്ന ഏറ്റവും വലിയ സാധ്യത. ഇതിനെ മുൻനിർത്തിയാണ് ഉംബർട്ടോ എക്കോ പറയുന്നത്, ആധുനിക വ്യക്തി ഉള്ളിടത്തോളം കാലം പുസ്തകങ്ങൾക്ക് പിൻവാങ്ങാൻ കഴിയില്ല. അത് വെറുതെ വിവരങ്ങളുടെ ശേഖരമായതുകൊണ്ടല്ല, അത് നിങ്ങളെ രസിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല, നിങ്ങൾക്കൊരനുഭൂതി തരുന്നു എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് ഒരു മനുഷ്യന് അയാളുടെ മാനുഷികതയുടെ ആഴത്തിലേക്ക് കൊണ്ടുപോകാൻ പര്യാപ്തിയുള്ള ഒരു വലിയ ഉപാധിയായിട്ട് പുസ്തകം നിൽക്കുന്നു എന്നതുകൊണ്ടാണ്. ഇങ്ങനെ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് മുൻപെഴുതപ്പെട്ട രൂപങ്ങളിൽ നിന്നും, എഴുത്തിൻ്റെ സാമഗ്രികളിൽ നിന്നും, സാങ്കേതികതകളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യപ്രകൃതത്തിൻ്റെ സ്വാഭാവികമായ ഒരു തുടർച്ച പോലെയായി മാറിത്തീർന്നു എന്നതാണ് പുസ്തകങ്ങൾ അവസാനിക്കില്ല എന്ന ഒരു നിരീക്ഷണത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയത്. ഒപ്പം തന്നെ 18-ാം നൂറ്റാണ്ടോടെ വ്യവസായ വിപ്ലവം വരുന്നു, വലിയ തോതിൽ അച്ചടി വ്യാപിക്കുന്നു,
ആർക്കും ലഭ്യമാകുന്ന മട്ടിൽ പുസ്തകങ്ങളുടെ വിതരണം വലിയ തോതിൽ സാധ്യമാകുന്നു. ഒപ്പം തന്നെ അത് വായിക്കാൻ പര്യാപ്തമായ വായനാശീലമുള്ള അക്ഷരജ്ഞാനമുള്ള ഒരു സാക്ഷര സമൂഹം വികസിച്ച് വരികയും ചെയ്യുന്നു. ഇങ്ങനെ ആധുനികത ജന്മം നൽകിയ ബൂർഷ്വാസി എന്ന് വേണമെങ്കിൽ കുറച്ചുകൂടി കൃത്യമായിട്ട് പറയാം, ലോകത്ത് ബൂർഷ്വാസി ജന്മം നൽകുന്ന ഒരു മധ്യവർഗം, ആ മധ്യവർഗത്തിൻ്റെ വായനാഭിരുചികൾ, അതിൻ്റെ വൈവിധ്യങ്ങൾ, അതിലെ വൈരുദ്ധ്യങ്ങൾ, ഇതിനെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യരുടെ മുമ്പിലേക്ക് എത്തിച്ചേർന്ന ഒരു വലിയ സാമഗ്രിയായിരുന്നു പുസ്തകം എന്നത്. പുസ്തകങ്ങൾ ഉൾക്കൊണ്ടതുപോലെ മറ്റേതെങ്കിലും ഒരു ആവിഷ്കാര സാമഗ്രി മനുഷ്യാവസ്ഥയിലെ വൈരുദ്ധ്യങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടിട്ടില്ല. ഏതനുഭവവും പുസ്തകമാകും. അത് ചരിത്രമാകാം, സംഘർഷങ്ങളാകാം, പ്രണയമാകാം, വിഷാദമാകാം, മനുഷ്യപ്രകൃതത്തിലെ എന്തും, ജീവിതാവസ്ഥയിലെ എന്തും പുസ്തകത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ മനുഷ്യപ്രകൃതത്തോളം തന്നെ വൈവിധ്യമുള്ള ഒന്നായിട്ട് പുസ്തകങ്ങൾ മാറിത്തീരുകയും ചെയ്തു. മറ്റൊരു കലാവസ്തുവിനെ കുറിച്ചോ മറ്റേതെങ്കിലും ഒരു സാമഗ്രിയെക്കുറിച്ചോ നമുക്ക് ഇതേ അളവിൽ പറയാൻ കഴിയില്ല. ഇങ്ങനെ ഒരു ഭാഗത്ത് അതിവിപുലമായ തുറസ്, മറുഭാഗത്ത് ആ തുറസിനുള്ളിൽ ഓരോ വ്യക്തിക്കും തങ്ങളുടെ ആന്തരികതയിലേക്ക് ആണ്ടാണ്ട് പോകാൻ കഴിയുന്ന മട്ടിൽ, തങ്ങളെ തന്നെ പുതുക്കിപ്പണിയാൻ കഴിയുന്ന മട്ടിൽ, തങ്ങളെ തന്നെ ആഴമുള്ള മനുഷ്യരാക്കി മാറ്റാൻ കഴിയുന്ന മട്ടിലുള്ള ആന്തരികതയുടെ ഒരു നിർമ്മാണ സാധ്യത. ഈ രണ്ട് ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നു എന്നിടത്താണ് പുസ്തകം മനുഷ്യവംശത്തിൻ്റെ കൈയൊഴിയാനാവാത്ത ഉപകരണങ്ങളിൽ ഒന്നായിട്ട് മാറിത്തീർന്നത്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കണം എന്ന് ഞാൻ കരുതുന്നു. അത് എന്തുകൊണ്ടാണ് പുസ്തകങ്ങൾ നമുക്ക് അനിവാര്യമായി തീരുന്നത്? ഇത് വ്യക്തികളെന്ന നിലയ്ക്ക് നമ്മെ അത് എവിടെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നതിൻ്റെ വിശദീകരണമാണ്. വാസ്തവത്തിൽ പുസ്തകങ്ങൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞ വാക്യത്തിലുണ്ട്, കാൾ സാഗൻ പറഞ്ഞ വാക്യത്തിലുണ്ട്, എ ഗ്ലാൻസ് അറ്റ് എ ബുക്ക് യു വിൽ ഹിയർ ദ വോയിസ് ഓഫ് അനദർ പേഴ്സൺ. ഒരു പുസ്തകത്തിലേക്ക് ഒരു നോട്ടം നോക്കുമ്പോൾ നിങ്ങൾ മറ്റൊരാളെ കേൾക്കാൻ തുടങ്ങും. മറ്റൊരാളെ കേൾക്കുന്നു, നിങ്ങളെ കേൾക്കുകയല്ല. Perhaps someone dead for 1,000 years, 1000 കൊല്ലങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു പോയ, 1000 കൊല്ലങ്ങളായി മണ്ണടിഞ്ഞു കിടക്കുന്ന ഒരാളെ നാം കേൾക്കുകയും അയാളുടെ ശബ്ദം നമ്മിലേക്ക് വന്ന് നമ്മുടെ അനുഭവത്തിന് പുതിയൊരർത്ഥം തരികയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ അനുഭവത്തെ തന്നെ പുതുക്കിയെടുക്കാൻ പര്യാപ്തമായ മട്ടിൽ മനുഷ്യാനുഭവത്തിൻ്റെ ഒരു മഹാസഞ്ചയത്തെ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവത്തിൽ പുസ്തകങ്ങളെ പ്രധാനമാക്കുന്നത്. എന്തിനു വായിക്കണം എന്ന് ചോദിച്ചാൽ, വാസ്തവത്തിൽ വിവരം നേടാൻ വേണ്ടിയിട്ട് വായിക്കണമെന്നോ, അല്ലെങ്കിൽ പരീക്ഷ പാസ്സാവാൻ വേണ്ടി വായിക്കണമെന്നോ, ആസ്വദിക്കാൻ വേണ്ടി വായിക്കണമെന്നോ ഒക്കെ നമുക്ക് ഉത്തരം പറയാം. പക്ഷെ അതിനേക്കാളൊക്കെ മഹത്വമുള്ളൊരു ഉത്തരം വായനയിലുണ്ട്. അത് നമ്മളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി വായിക്കാം എന്നതാണ്. വായനയുടെ ഏറ്റവും വലിയ വിമോചന സാധ്യത അത് നിങ്ങളോട് വിപ്ലവം നടത്താൻ ആഹ്വാനം ചെയ്യുന്നു എന്നതൊന്നുമല്ല. അതൊക്കെ ഇതിൻ്റെ സാധ്യതയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ സാധ്യത എന്താ വെച്ചാൽ അവനവനിൽ നിന്നുള്ള വിടുതിയാണ്. നിങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ, ലോകത്തിൻ്റെ ഏതോ കോണിലുള്ള മനുഷ്യാനുഭവത്തിൻ്റെ ഒരടരിലേക്ക് നമ്മെ കൂടി ചേർത്ത് വിളക്കിയിട്ട് മനുഷ്യവംശം എന്ന വലിയ സാഹോദര്യ ഭാവനയെ അനുഭൂതമാക്കാൻ പുസ്തകത്തിനേ കഴിയുള്ളൂ, വായനയ്ക്ക് കഴിയുള്ളൂ. വിശാലാർത്ഥത്തിൽ കല ചെയ്യുന്നൊരു കാര്യം അതാണ്. കലയുടെ വിശാലമായ ദൗത്യം മറ്റേത് കലാവസ്തുവിനേക്കാളും കൂടുതൽ ആഴത്തിൽ നിർവഹിക്കുന്നത് പുസ്തകങ്ങളാണ്. അതുകൊണ്ട് ഒരു പുസ്തകം വായിക്കുമ്പോൾ ലോകത്തിൻ്റെ ഏതോ കോണിൽ ഏതോ ഒരു കാലത്ത് സംഭവിച്ച, ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ അനുഭവം എന്ന നിലയിൽ പ്രത്യക്ഷപ്പെട്ടാൽ നമുക്ക് തീർത്തും അസ്വീകാര്യമായ ഒരു ജീവിത സ്ഥാനത്തെ നമ്മൾ തൊടുന്നു. അന്നാ കരീന നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങൾ ആ സ്ത്രീയെ മാനിക്കില്ല, ഒരു സംശയവും വേണ്ട. ഭർത്താവുള്ള, നല്ല കുഞ്ഞുങ്ങളുള്ള, നല്ല ദാമ്പത്യവും നല്ല സാമൂഹ്യ അന്തസ്സുമുള്ള ഒരു സ്ത്രീ ഇവരെല്ലാം ഉപേക്ഷിച്ചിട്ട് കാമുകൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കുകയും ഏതോ തെരുവോരത്ത് ഒരു അനാഥ ആയി മണ്ണടിയുകയും ചെയ്യുന്ന ചിത്രം നമ്മുടെ വീട്ടുപരിസരത്ത് ഒരു സ്ത്രീയാണെങ്കിൽ നാം വകവയ്ക്കില്ല. പക്ഷെ അന്നാ കരീനയുടെ ആദ്യ വാചകം മുതൽ നമ്മളതിൽ വ്യാമുഗ്ധരാവുന്നു. ഓൾ ഹാപ്പി ഫാമിലീസ് ആർ ഹാപ്പി ഇൻ ദ സെയിം വേ, ഈച്ച് അൺഹാപ്പി ഫാമിലി ഈസ് അൺഹാപ്പി ഇൻ ഇറ്റ്സ് ഓൺ വേ. ഓരോ അസന്തുഷ്ട കുടുംബവും അതാതിൻ്റെ നിലയിൽ, എല്ലാ സന്തുഷ്ട കുടുംബങ്ങളും ഒരേ നിലയിൽ. അതുകൊണ്ട് അന്നാ കരീന ഒരനുഭവമായി നമ്മുടെ മുമ്പിൽ വന്നാൽ ഒരുപക്ഷെ നാം പുറന്തള്ളും. കുമാരനാശാൻ്റെ വാസവദത്ത ഒരനുഭവമായി നമ്മുടെ മുമ്പിൽ വന്നാൽ നാം പുറന്തള്ളും. പക്ഷേ സമയമായില്ല പോലും എന്നത് അനുരാഗത്തിൻ്റെ ഏറ്റവും വലിയ അടയാളവാക്യമായി മലയാളിയുടെ മുമ്പിൽ വന്നിരിക്കുന്നു.
അനുരാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായി മലയാളിയുടെ മുമ്പിൽ വന്നത് ഒരു പഴയ വാക്കുകളിൽ പറഞ്ഞാൽ ഒരു വേശ്യയാണ് എന്നതാണ് കലയുണ്ടാക്കുന്ന വലിയ മായികത. ഈ മായികതയിലേക്ക് ലളിതമായി പറഞ്ഞാൽ ലോകത്തെ ശരിയും തെറ്റുമായി കാണുന്ന, കറുപ്പും വെളുപ്പുമായി കാണുന്ന, അതിൻ്റെ താർക്കികമായ യുക്തികളിൽ പെട്ടുകിടക്കുന്ന നമ്മെ ജീവിതത്തിൻ്റെ സങ്കീർണതകളിലേക്ക് തുറന്നിടുന്നതാണ് വാസ്തവത്തിൽ പുസ്തകം നൽകുന്ന ഏറ്റവും വലിയ സംഭാവന. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കലാചിന്തകനും മാർക്സിസ്റ്റ് പണ്ഡിതനുമായിരുന്ന ജോൺ ബർജർ കലയിലെ ആധികാരികതയെക്കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്. അത് പുസ്തകങ്ങൾക്കും ബാധകമാണ്. അദ്ദേഹം പറയുന്നു, ഓഥൻറ്റിസിറ്റി അറൈസസ് ഫ്രം എ സിമ്പിൾ കമ്മിറ്റ്മെൻറ്റ്. കലയിലെ ആധികാരികത ജനിക്കുന്നത് വളരെ ലളിതമായൊരു പ്രതിബദ്ധതയിൽ നിന്നാണ്. എ കമ്മിറ്റ്മെൻറ്റ് ടു ദ ആംബിഗ്വിറ്റി ഓഫ് ദ എക്സ്പീരിയൻസ്. അനുഭവങ്ങളുടെ സന്നിഗ്ധതയോടുള്ള പ്രതിബദ്ധത. നോക്കൂ, അനുഭവങ്ങൾ എന്ന് പറയുന്നത് കറുപ്പും വെളുപ്പുമല്ല, അതിനിടയിൽ ഇങ്ങനെ ഊയലാടിക്കൊണ്ടിരിക്കും. ബഷീർ 6-7 കൊല്ലം അലഞ്ഞു തിരിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. രാത്രി വീട്ടിൽ വന്ന് വാതുക്ക മുട്ടുന്നു. ഉമ്മ വാതിൽ തുറക്കുന്നു. അപ്പോൾ ഉമ്മ ബഷീറിനോട് നോക്കിയിട്ട് പറയും, നീയായിരുന്നോ? ഊണ് വിളമ്പി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് കിടക്കുമെന്ന് പറയും. അപ്പോൾ ബഷീർ ആശ്ചര്യത്തോടെ ചോദിക്കും, ഞാൻ ഇന്ന് വരും എന്ന് ഉമ്മ എങ്ങനെ അറിഞ്ഞു? ഉമ്മ നിസ്സാരായൊരു വാക്യാണ് പറയുന്നത്, ഞാൻ എന്നും വിളമ്പി വയ്ക്കും. നോക്കൂ, മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിലെ വാത്സല്യത്തിൻ്റെ ഏറ്റവും വലിയ ആവിഷ്കാരമാണ് കേട്ടോ. 7 വർഷക്കാലം രാത്രികളിൽ മുഴുവൻ വിളമ്പി വെച്ചു. പക്ഷേ ഈ ഒരു വാക്യമേ ഉള്ളൂ, ഞാനെന്നും വിളമ്പി വയ്ക്കും. ഇതേ ഉമ്മ തന്നെ വേറൊരു സന്ദർഭത്തിൽ ബഷീറിനോട് 25 റുപ്യ വേണം മോനെ എന്ന് പറയും. ബഷീറിൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. എങ്ങനെയൊക്കെയോ തപ്പി തടഞ്ഞ് 25 റുപ്യ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉമ്മ അപ്പുറം മാറിയിരുന്ന് ആലോചിക്കുന്നത്, ഞാൻ എന്തൊരു മണ്ടിയാണ്, 100 റുപ്യ ഒതുക്കിയായിരുന്നു എന്നാണ്. അതുകൊണ്ട് വാത്സല്യത്തിൻ്റെ വിപരീത പദമല്ല വഞ്ചനയെന്നും, ചിലപ്പോൾ വഞ്ചനയായിട്ടും വാത്സല്യം പ്രത്യക്ഷപ്പെടാമെന്നത് മനുഷ്യാനുഭവത്തിലൊരു സാധ്യതയാണ്. ഈ ആംബിഗ്വിറ്റിയെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നതാണ് കല. നിങ്ങൾക്ക് സൈദ്ധാന്തികമായിട്ട് വാത്സല്യം വഞ്ചനയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല, വഞ്ചനയിൽ ചതിയെ പ്രതിഷ്ഠിക്കാൻ പറ്റില്ല. പക്ഷെ അനുഭവത്തിൽ അതുണ്ട്. ഈ അനുഭവത്തിലേക്കുള്ള തുറസാണ് കല നൽകുന്ന വാഗ്ദാനം. അതുകൊണ്ട് സാഹിത്യകൃതികൾ വായിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ വിവരം ഉണ്ടാകാൻ വേണ്ടിയിട്ടൊന്നുമല്ല. വിവരം ഉണ്ടായിട്ട് എന്താ കാര്യമൊന്നും അത്ര നിശ്ചയമില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം വലിയ വലിയ കൊലപാതകികളൊക്കെ വൻ വിവരശാലികളാണ് എന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കാര്യം. ഏറ്റവും വലിയ ഉത്തരം പറഞ്ഞ ഒരാൾ രമണ മഹർഷിയോടൊരു ചോദ്യം ചോദിക്കേണ്ട ഒരിക്കൽ. രമണ മഹർഷിക്ക് വളരെ കുറച്ച് വിദ്യാഭ്യാസമേ ഉള്ളൂ. സ്കൂൾ വിദ്യാഭ്യാസം തന്നെ മൂപ്പര് പൂർത്തിയാക്കിയില്ല എന്നാണ് എൻ്റെ ഒരറിവ്. അദ്ദേഹത്തോടൊരിക്കൽ ചോദിച്ചു, ഹൗ ഡു യു ട്രീറ്റ് അതേഴ്സ്? മറ്റുള്ളവരെ അങ്ങ് എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുക, അവരെ കൈകാര്യം ചെയ്യുക? രമണ മഹർഷി ചെറിയൊരു ഉത്തരമാണ് പറഞ്ഞത്, ദെയർ ഈസ് നോ അതർ. അതറില്ല. ഒരു ഏറ്റവും അങ്ങേയറ്റം കണ്ട ഒരാൾക്ക് പറയാവുന്ന ഉത്തരം ലഘുവായിട്ട് അദ്ദേഹം പറഞ്ഞു തീർത്തു. ഈ സാധ്യത നമുക്ക് നൽകുന്നു എന്നതാണ് വാസ്തവത്തിൽ വായനയുടെ വിശാലമായ ഒരു മാനദണ്ഡം. ആ വായനയിലേക്ക് കടക്കുക വഴി. അതുകൊണ്ട് പുസ്തകങ്ങൾ എന്ന് പറയുന്നത് കേവലം വസ്തുതാശേഖരങ്ങളോ കേവലം വിവരത്തിലേക്കുള്ള വഴികളോ അല്ലെങ്കിൽ ഭൂതകാലത്തെ മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണ സാമഗ്രിയോ എന്നതിനപ്പുറം 2 വലിയ ദൗത്യങ്ങൾ മനുഷ്യരെ സംബന്ധിച്ച് നിറവേറ്റുന്നുണ്ട് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് അത് ഉപേക്ഷിക്കപ്പെടാത്തത്. ഒരു ഭാഗത്ത് അതൊരു വ്യക്തിയെ പറ്റത്തിലൊരാൾ എന്നതിൽ നിന്ന് ഒറ്റയ്ക്കൊരാളാക്കി മാറ്റുന്നു. ഒരു വ്യക്തിയെ ആന്തരികതയുള്ള ഒരാളാക്കി മാറ്റുന്നു. ഇൻറ്റേണാലിറ്റി എന്ന് വിളിക്കുന്ന ആന്തരികമായ ഒരാഴം വ്യക്തിക്ക് നൽകിക്കൊണ്ട് വ്യക്തികളെ അതുവരെ ഉണ്ടായിരുന്ന പറ്റാവസ്ഥയിൽ നിന്ന് ഒറ്റയിലേക്ക്, താൻ മാത്രം എന്ന ഒരു ആന്തരികതയുടെ പുതിയ ഒരു മണ്ഡലത്തിലേക്ക് പുസ്തകങ്ങൾ ആധുനികതയോടൊപ്പം മനുഷ്യരെ പ്രവേശിപ്പിച്ചു. മനുഷ്യ ജീവിതത്തിൽ ആധുനികത കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റമായി പലപ്പോഴും പറയാറ് ഇൻഡിവിജ്വൽ എന്ന എൻറ്റിറ്റിയെ രൂപപ്പെടുത്തി എന്നുള്ളതാണ്. അതുവരെ ആൾക്കൂട്ടാണ്, അതുവരെ പറ്റങ്ങളാണ്. ഈ പറ്റങ്ങളിൽ നിന്ന് ഓരോ വ്യക്തിക്കും അവരവരുടേതായ സ്വകീയമായ അസ്തിത്വമുണ്ടെന്നും തന്നെപ്പോലെ താൻ മാത്രമെന്നും തനിക്കപ്പുറമുള്ളവരെല്ലാം തന്നെപ്പോലെ തന്നെ ഭിന്ന ഭിന്ന പ്രകൃതങ്ങളുള്ളവരാണെന്നും ഈ വൈവിധ്യങ്ങൾക്കിടയിലുള്ള സാജാത്യം കൊണ്ടാണ്, സാമാന്യത കൊണ്ടാണ് സാഹോദര്യം സാധ്യമാവുക എന്നുമുള്ള തിരിച്ചറിവാണ് ആധുനികത ഉണ്ടാക്കിയ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന്. അതുകൊണ്ടാണ് ആധുനികതയുടെ ഹൃദയതത്വമായിട്ട് സാഹോദര്യം വന്നത്. സാഹോദര്യം എന്നത് സമാന പ്രകൃതങ്ങൾ തമ്മിലുള്ള ഐക്യമല്ല,
വ്യത്യസ്തതകൾക്കിടയിലുള്ള ഐക്യമാണ്. ഈ വ്യത്യസ്തതകൾക്കുള്ളിൽ മാത്രമേ സാഹോദര്യം സാധ്യമാവുള്ളൂ. അങ്ങനെ വ്യക്തികളെ ആന്തരികതയുള്ള, അവരവരിൽ സവിശേഷതയുള്ള എ തിങ് ഇൻ ഇറ്റ് സെൽഫ്, അതിൽ തന്നെ പൂർണ്ണതയുള്ള യാഥാർത്ഥ്യങ്ങൾ എന്ന ഒരു പ്രകൃതത്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ആന്തരികതയും ആഴവുമുള്ള മനുഷ്യരുടെ ഒരു ലോകം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ആധുനികതയുടെ പ്രധാനപ്പെട്ട ഒരു സംഭാവന. ഇതേ സന്ദർഭത്തിൽ തന്നെ ഈ മനുഷ്യർ ചേർന്നുണ്ടാകുന്ന സാർവലൗകികമായ ഒരു സാഹോദര്യബോധത്തെ, സാർവത്രികതയുടെ ബോധത്തെ അത് മറുഭാഗത്തുണ്ടാക്കുകയും ചെയ്തു. ഈ രണ്ട് തലങ്ങളിലേക്കും ഒരുപോലെ വേരാഴ്ത്തി നിൽക്കാൻ കഴിഞ്ഞ, ഭൂമിയുടെ ആഴത്തിലേക്ക് വേരുപടർത്തി ആകാശത്തേക്ക് ഇങ്ങനെ ശാഖോപശാഖകൾ വിടർത്തി നിൽക്കുന്ന ഒരു മഹാവൃക്ഷത്തിൻ്റെ ഛായ വാസ്തവത്തിൽ ഈ പുസ്തകത്തിനുണ്ട്. അത് വ്യക്തിയുടെ ആന്തരികതയിൽ ആണ്ടുകിടക്കുന്നുണ്ട്. അത് മനുഷ്യവംശ സാഹോദര്യത്തോളം വലുതാവുകയും ചെയ്യുന്നുണ്ട്. അതാണ് കാൾ സാഗൻ പറഞ്ഞ വാക്യത്തിൻ്റെ പൊരുൾ. എ മിയർ ലുക്ക് into a book, you will hear the voice of another person, perhaps dead for 1000 years എന്ന് അദ്ദേഹം പറയുന്നു. 1000 കൊല്ലങ്ങൾക്ക് മുമ്പേ മണ്ണടിഞ്ഞു പോയ ഒരാളുടെ ശബ്ദം അവിടെ നിന്ന് പുറപ്പെട്ട് നമ്മെ തേടിയെത്തുന്നു. അതിൽ നാം ജീവിക്കുന്നു. നമ്മുടെ അനുഭവത്തിന് ആ വാക്യം കൂടുതൽ പൊരുൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലൊരു സാമൂഹികമായ ദൗത്യം നിറവേറ്റാൻ പുസ്തകങ്ങൾക്ക് കഴിഞ്ഞതുപോലെ പുസ്തകങ്ങൾക്ക് മുമ്പോ പുസ്തകങ്ങൾക്ക് ശേഷമോ ഉള്ള ഉപകരണങ്ങൾക്കോ മനുഷ്യരുടെ ആവിഷ്കാര സാമഗ്രികൾക്കോ അതേ അളവിൽ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണ് മനുഷ്യൻ്റെ സഹജാവസ്ഥയുടെ ഒരു തുടർച്ച പോലെ പുസ്തകം മാറിക്കഴിഞ്ഞു എന്ന് ഉംബർട്ടോ എക്കോ നിരീക്ഷിക്കുന്നത്. ആ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നുന്നു. നിശ്ചയമായും പുസ്തകങ്ങളുടെ ഈ ലോകം ഇന്ന് ആ ആഴത്തിൽ നിന്ന് മറ്റൊരു തരം പരപ്പിലേക്ക് നീങ്ങുന്നുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. ആ സംശയങ്ങൾക്കെല്ലാം ശേഷവും പുസ്തകങ്ങളുടെ ഒരു പെരുപ്പത്തിൻ്റെ നടുവിലാണ് ഒരുപക്ഷെ നാം ജീവിക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾ ധാരാളമായിട്ട് ഈ കാലത്ത് വരുന്നുണ്ട്. പക്ഷേ ആ പെരുപ്പങ്ങൾക്കെല്ലാം ശേഷവും പുസ്തകങ്ങൾ അവയുടെ ഈ അടിസ്ഥാനപരമായ വലിയ സാമൂഹ്യ രാഷ്ട്രീയ ദൗത്യം നിറവേറ്റിക്കൊണ്ട് തുടരുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം. സാർ ചെറുതായിരുന്നപ്പോൾ മുതൽ പ്രസംഗങ്ങൾ പറയുമായിരുന്നോ? സാറിന് എഴുത്തിനാണോ സാറിൻ്റെ പ്രസംഗത്തിനാണോ സാർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? രണ്ടും രണ്ട് കാര്യങ്ങളാണ്. രണ്ടിനും രണ്ട് തരത്തിലുള്ള പ്രാധാന്യമുണ്ട് എന്നാണ് തോന്നുന്നത്. ഇപ്പം രണ്ടും നിരർത്ഥകമാണെന്ന് നാട്ടുകാർക്ക് തോന്നാൻ കേട്ടോ. എങ്കിലും രണ്ടിനും രണ്ട് തരത്തിലുള്ള പ്രാധാന്യമുണ്ട് എന്ന് കരുതുന്നു. എഴുത്തിൻ്റെ ഒരു ഭാഷാരീതിയും എഴുത്തിലെ ആശയാവിഷ്കാരങ്ങളുടെ രീതിയും താരതമ്യേന ഒരു നിശ്ചിത സ്വഭാവമുള്ള ഒരു വായനാ സമൂഹത്തെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. എല്ലാവരെയും നമ്മൾ ലക്ഷ്യം വയ്ക്കില്ല. നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മുടെ ഒരു വായനാ സമൂഹത്തെ നമ്മൾ കാണും. അവർക്ക് വേണ്ടിയാണ്, അവരെ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ അവരാണ് നമ്മുടെ ഒരു വായനാ സമൂഹമായിട്ട് അപ്പുറത്തുള്ളത്. പക്ഷേ സംസാരിക്കുന്ന സമയത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സുനിശ്ചിത സ്വഭാവമുള്ളൊരു കേൾവി സമൂഹമല്ല. ഒരു കവലയിൽ പ്രസംഗിക്കാൻ നിൽക്കുന്ന സമയത്ത് കവലയിൽ കപ്പലിൽ വിൽക്കുന്ന ആളും കേൾക്കുന്നുണ്ടാവും, പ്രസംഗം കേൾക്കാൻ വന്ന ഒരു പ്രൊഫസറും ഉണ്ടാവും. അപ്പോൾ ഈ രണ്ടറ്റത്തും പോയി വരിക എന്നുള്ളത് വാസ്തവത്തിൽ വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. ദീർഘകാലത്തെ പരിശീലനം കൊണ്ടാണ് വാസ്തവത്തിൽ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ആകാൻ പറ്റിയത്. ആദ്യഘട്ടത്തിൽ ഞങ്ങളുടെ നാട്ടിലൊരു ഫലിതമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിലൊരു പ്രസംഗകനെക്കുറിച്ച് പറയുന്നൊരു ഫലിതം, ഞാൻ ആ ഭാഗത്തേക്ക് വരികയാണെന്ന് പറഞ്ഞ് പുള്ളി ഒരു ഭാഗത്തേക്ക് തിരിയുമ്പോൾ ആ ഭാഗത്തെ ആളിൽ മുഴുവൻ പോവും, ഈ ഭാഗത്തേക്ക് വരികയാണെന്ന് പറയുമ്പോൾ ഈ ഭാഗത്തെ ആളിൽ മുഴുവൻ പോവും എന്നൊരു ഫലിതം ഞങ്ങളുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു. ഇത് പ്രസംഗത്തിൽ സംഭവിക്കാവുന്നൊരു കാര്യമാണ്. കാരണം പ്രസംഗത്തിൻ്റെ കേൾവി സമൂഹം വളരെ എന്താ പറയുക, മൾട്ടി ലെയർഡാണ്, പല തട്ടുകളുണ്ട്. അതുകൊണ്ട് പ്രസംഗ ഭാഷയ്ക്ക് ഈ പല തട്ടുകളോടുള്ള ഒരു വിനിമയ ശേഷി വേണം. അത് വളരെ സാമാന്യമായി കാര്യങ്ങൾ പറയണം. അതേസമയം ആ സാമാന്യതയിൽ മാത്രം ഉന്നി നിന്നാൽ കൂടുതൽ കാര്യഗൗരവത്തോടെ ഒരു വിഷയം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അതിലധികം നേരം നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ രണ്ട് ലെയറുകളിലേക്ക് നിരന്തരമായിട്ടിങ്ങനെ പോയി മടങ്ങാൻ പറ്റുക എന്നുള്ളത് പ്രസംഗഭാഷ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എഴുത്തിൽ പക്ഷെ അത് വേണ്ടെന്ന് മാത്രമല്ല, അങ്ങനെ ആയാൽ എഴുത്തിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാവുകയുമില്ല. എഴുത്ത് ഒരു സ്റ്റാൻഡേർഡ് തീരുമാനിച്ചിട്ട് ആ ഭാഷയിലേ നിങ്ങൾക്ക് എഴുതി പോകാൻ പറ്റൂ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉയലാടിക്കൊണ്ടിരിക്കുന്ന ഭാഷ എഴുത്തിനൊട്ടും സ്വീകാര്യമല്ല.
പ്രസംഗത്തിന് പക്ഷേ അത് അനിവാര്യവുമാണ്. അതുകൊണ്ടാണ് ഈ തമാശയെല്ലാം ഇടയ്ക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ആളുകൾ ശ്രദ്ധിക്കില്ല എന്ന് തോന്നുമ്പോൾ ഒരു തമാശ പറഞ്ഞാൽ പിന്നെ ആളുകൾ കുറച്ച് നേരം ശ്രദ്ധിക്കും. ആ ശ്രദ്ധയുടെ അക്കൗണ്ടിൽ കുറച്ച് നേരം കൂടി നമ്മൾ കാര്യം പറയും, ശ്രദ്ധ പോകുമ്പോൾ വീണ്ടും എന്തെങ്കിലും വലുതും പറയും. അങ്ങനെയാണ് നമുക്കിത് കൊണ്ടുവരാനായിട്ട് പറ്റുക. അത് പക്ഷേ ഒരു പരിശീലനമൊന്നുമല്ല കേട്ടോ, ദീർഘകാലം കൊണ്ട് ഉണ്ടായി വന്ന ഒരു കാര്യം എന്നേ പറയാവൂ. സാർ, എൻ്റെ പേര് ജിജു എന്നാണ്. എനിക്കറിയാൻ ആഗ്രഹമുള്ളത്, സാർ ഒരു പുസ്തകം വായിക്കുമ്പോൾ അതെങ്ങനെയാണ് അതിലെ എസൻസ് ഉൾക്കൊള്ളുന്നത്, എന്താണ് സാറിൻ്റെ ഒരു ടെക്നിക്ക്, അതറിയാൻ ആഗ്രഹമുണ്ട്. താങ്ക് യു. അല്ല, ഒരു പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്കാലം വരെ വായിച്ചതിനോട് ചേർത്തതിനെ വായിക്കുക എന്നാണ്. ആ പുസ്തകം മാത്രമല്ല. കാരണം ഒരു പുസ്തകത്തിൽ നോക്കൂ, ഞാനിപ്പോൾ പറഞ്ഞ ആൻറ്റിഗണിയിലൊരു വാക്യമോ അല്ലെങ്കിൽ മഹാഭാരതത്തിലൊരു വാക്യമോ വായിക്കുമ്പോൾ അതുമാത്രമായിട്ടല്ലല്ലോ. നമ്മളിക്കാലം വരെ വായിച്ചതും നമ്മളിക്കാലം വരെ അനുഭവിച്ചതും ആർജിച്ചതും ഒക്കെയായ ധാരണകൾക്കുള്ളിൽ വച്ചിട്ടാണല്ലോ നമ്മളിത് വായിക്കുക. അതുകൊണ്ട് വായിക്കുന്ന ഏത് പുസ്തകവും വായിച്ചതിനേക്കാളൊക്കെ ആ പുസ്തകത്തെക്കാളൊക്കെ വളരെ വലുതാണ്. പണ്ട് നമ്മുടെ ഒരു കവി പാട്ടിനെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചെന്ന് പറയാം എഴുതിയ ഒരു വരിയുണ്ട്. ദ മ്യൂസിക് വി ഹേഡ് ടുഗദർ വാസ് മോർ ദാൻ മ്യൂസിക്. നാം ഒരുമിച്ച് കേട്ട പാട്ടിനേക്കാളും വലുതായിരുന്നു എന്ന് പറയും. പാട്ടിനേക്കാളും വലുതായത് നീ കൂടെ ഉണ്ട്. അതുകൊണ്ട് ആ പാട്ട് മാത്രമല്ല, അത് നീയും കൂടി ചേർന്ന പാട്ടാണ്. അത് പാട്ടിനെ വലുതാക്കി എന്നതുപോലെ ഒരു കൃതി നമ്മൾ വായിക്കുമ്പോൾ ആ പുസ്തകമായിട്ടല്ല വായിക്കുക, മറിച്ച് ആ പുസ്തകത്തിലേക്ക് വന്നുകൂടുന്ന നാനാതരം ധാരണകളുണ്ട്. അപ്പം നിങ്ങൾ ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചു തുടങ്ങുമ്പോൾ പെരുവഴി അമ്പലം എന്ന് ആദ്യത്തെ അധ്യായത്തിൻ്റെ ശീർഷകം വായിക്കുന്നു. ആ പെരുവഴി അമ്പലം എന്ന ശീർഷകത്തിലേക്ക് നിങ്ങൾക്ക് പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി വന്നുടൻ കൂടും ഒരു ദിനം എന്ന വരിയെ ചേർത്ത് വെച്ചാൽ ഒറ്റയടിക്ക് അതിൻ്റെ പ്രപഞ്ചം വളരെ വലുതാവും. അതല്ല പെരുവഴി അമ്പലം എന്ന് വെച്ചാൽ ഒരു സത്രമാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഒരു വാക്യത്തിൽ നിന്ന് മനുഷ്യാനുഭവത്തിൻ്റെ ഒരുപാട് പ്രതലങ്ങളിലേക്ക് കടക്കാം. ഒരു വാക്യത്തെ ഒരു വാക്യം മാത്രമായിട്ടും കാണാം. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ വായന എന്ന് പറയുന്ന ഒരു ഡയലോഗാണ്. ആ കൃതി ഒരു കാര്യം പറയുന്നു, നമ്മൾ വായിക്കുന്നു, ഇതിനിടയിൽ ഏതെല്ലാമോ നിലയിൽ ഈ പറയുന്ന വിനിമയങ്ങൾ നടക്കുന്നു. 20-ാം നൂറ്റാണ്ടിലെ വലിയ ചിന്തകന്മാരിലൊരാളായ ഗദാമർ എന്ന് പറയുന്ന ഒരു ഹെർമണ്യൂട്ടിക്സിൽ വ്യാഖ്യാനശാസ്ത്രത്തിൽ പ്രവർത്തിച്ച ഒരാളാണ് ഗദാമർ ഈ ഫ്യൂഷൻ ഓഫ് ഹൊറൈസൺസ് എന്നൊരാശയം അവതരിപ്പിക്കുന്നുണ്ട്. എഴുത്തും വായനയും ചേർത്ത് വെച്ചിട്ട് അദ്ദേഹം പറയുന്നതാണ്. എഴുതപ്പെട്ട കൃതിയിലൊരു ചക്രവാളമുണ്ട്. അത് എഴുതപ്പെട്ട കാലം, അതിൻ്റെ അനുഭവ ലോകങ്ങൾ എല്ലാം ചേർന്നൊരു ചക്രവാളം. വായനയുടെ സന്ദർഭത്തിൽ മറ്റൊരു ചക്രവാളത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ അനുഭവങ്ങളുടെ, നമ്മുടെ അറിവിൻ്റെ, നമ്മുടെ ധാരണയുടെ ഈ രണ്ട് ചക്രവാളങ്ങൾ തമ്മിലുള്ള സംയോജനത്തിലാണ് വായന സംഭവിക്കുന്നത്. അല്ലാതെ ടെക്സ്റ്റ് അതേപടി വായിക്കുകയല്ല, നമ്മൾ മാത്രമായിട്ട് വായിക്കുകയല്ല. നമ്മൾ വായിച്ചതുണ്ടാവും, നമ്മൾ വായിച്ചതിൽ നമ്മളെക്കാൾ മുമ്പ് ഒരുപാട് പേർ വായിച്ചുണ്ടാക്കിയ അർത്ഥാനുഭൂതികളും ഉണ്ടാവും. ഇപ്പോൾ കുമാരനാശാനെ നിങ്ങൾ ഇനി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടൊന്നും വായിക്കാൻ പറ്റില്ല. കുമാരനാശാനെ 100 കൊല്ലം മലയാളി വായിച്ച വായനയുടെ അനുഭവ ചരിത്രത്തിനുള്ളിൽ വെച്ചേ വായിക്കാൻ പറ്റൂ. ഹാ പുഷ്പമേ എന്ന് തുടങ്ങുന്ന സമയത്ത് വെറുതെ ഒരു വാക്കായിട്ട് വരില്ല. ആ വാക്ക് ഈ ചരിത്രഭാരം മുഴുവൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. ആദ്യം വായിച്ച ആൾക്ക് ഈ ഭാരമൊന്നുമില്ല, പക്ഷെ ഇപ്പോൾ വായിക്കുന്ന ആൾക്ക് ഈ ഭാരമുണ്ട്. അതുകൊണ്ടാണ് ഈ ക്ലാസിക്കുകളെ കുറിച്ച് ആദ്യ വായന തന്നെ പുനർവായനയാണെന്ന് പറയുമല്ലോ ഉംബർട്ടോ. വെരി ഫസ്റ്റ് റീഡിങ് ഇറ്റ് സെൽഫ് എ റീഡിങ് എന്ന് പറയും. ആദ്യം വായിക്കുമ്പോൾ തന്നെ പുനർവായനയാണ്. കാരണം നമ്മുടെ വായനയുടെയും അനുഭവത്തിൻ്റെയും ഒരു ചരിത്രത്തിൽ അതിങ്ങനെ പടർന്നു കിടക്കുന്നുണ്ടാവും. ആ പടർച്ചയ്ക്ക് പുറത്ത് വെച്ച് ഒറ്റക്കൊരാൾക്കായിട്ട് അത് വായിക്കാൻ പറ്റില്ല. ഇത് ക്ലാസിക്കുകൾ മാത്രമല്ല, വാസ്തവത്തിൽ ഒരു കൃതിയും നിങ്ങൾക്ക് അതുമാത്രമായിട്ട് വായിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ ആശയ പരിസരങ്ങൾ, അനുഭവ മണ്ഡലങ്ങളൊക്കെ വേറെ വേറെയായിട്ട് പല ഛായകളായിട്ട് ചുറ്റുവട്ടത്ത് പടർന്നു കിടപ്പുണ്ടാവും. അത് നമ്മൾ അറിയണമെന്നൊന്നുമില്ല, പക്ഷേ അതവിടെ ഉണ്ടാകും. ആ ഉണ്ടാകലിലൂടെയാണ് വാസ്തവത്തിൽ ഇത് വലുതാകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഓരോ വായനയും, അതാ ഞാൻ ആദ്യം പറഞ്ഞ കാൾസാഗൻ്റെ വാക്യം, എ ഗ്ലാൻസ് അറ്റ് എ ബുക്ക് യു വിൽ ഹിയർ ദ സൗണ്ട് ഓഫ് അനദർ പേഴ്സൺ. അല്ലാതെ നിങ്ങളുടെ ശബ്ദം നിങ്ങൾ അതിൽ നിന്ന് വായിച്ചെടുക്കുകയല്ല, മറിച്ച് മനുഷ്യവംശത്തിൻ്റെ ഒരു ശബ്ദ സഞ്ചയത്തിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം കേൾക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ഏത് വായനയിലും അങ്ങനെ ഒരു തലമുണ്ട്. അതുകൊണ്ടാണ് വായന ഒരു സോഷ്യൽ ആക്ടിവിറ്റി ആവണത്. ഒറ്റയ്ക്കിരിക്കുമ്പോഴും നിങ്ങളെ വായന ഒറ്റയ്ക്കല്ലാണ്ടാക്കും. കാരണം നിങ്ങളൊരു കൃതി വായിക്കുമ്പോൾ മറ്റാരുടെ അനുഭവത്തിലേക്ക് ചേരുകയാണല്ലോ, മറ്റേതോ ജീവിത സ്ഥാനത്തേക്ക് ചേരുകയാണല്ലോ. മനുഷ്യർ ആത്യന്തികമായി വിട്ടുകളയാൻ ഏറ്റവും പ്രയാസമുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവനെയാണെന്ന് പറയാം. ബാക്കിയെല്ലാം വിട്ടുകളയാം. സമ്പത്ത് വിട്ടുകളയാം, അധികാരം വേണ്ടെന്ന് വയ്ക്കാം, പദവി വേണ്ടെന്ന് വയ്ക്കാം, പണം വേണ്ടെന്ന് വയ്ക്കാം. പക്ഷേ ഈ തന്നെ വിട്ടുകളയാൻ വലിയ പ്രയാസമാണ്. തന്നെ വിട്ടുകളയാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് വായന. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളല്ല, നിങ്ങൾ വായിക്കുമ്പോൾ
മറ്റോ ആരാണ്. കുറ്റവും ശിക്ഷയും വായിക്കുമ്പോൾ റാസ്കൾനിക്കഫാണ്, അന്ന വായിക്കുമ്പോൾ അന്നയാണ്. അങ്ങനെ മാറാൻ കഴിയുമെന്നത് വായന തരുന്നൊരു വലിയ സാധ്യതയാണ്. അത് ഉപേക്ഷിക്കരുത് എന്നത് പ്രധാനമാണ്. സാറിൻ്റെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. സാറ് ചെറുതായിരുന്നപ്പോൾ മുതൽ പ്രസംഗം പറയുമായിരുന്നു. സാർ എത്രാമത്തെ വയസ്സിലാണ് വായനയെ ഗൗരവമായിട്ടെടുത്തത്? നീ അത് വിടാൻ ഭാവില്ല അല്ലേ? അത് നല്ലതാ. ഒരാളെ പിടിച്ചെടുത്ത് നിർത്തണം. ഞാൻ പ്രസംഗം അങ്ങനെ കുട്ടിക്കാലം മുതലേ പ്രസംഗമൊന്നുമില്ല കേട്ടോ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ചില മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, സ്കൂൾ ലെവലിൽ. അന്നൊന്നും ഞാനൊരു പ്രസംഗകനല്ല. ഞാൻ കൗതുകമുള്ളൊരു കാര്യം പറയാം. ഞാൻ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് പ്രസംഗ മത്സരങ്ങളിൽ കാര്യമായിട്ടൊന്നും വിജയിച്ചിട്ടില്ല. ഒരു തവണ മാത്രമാണ് എനിക്ക് പ്രസംഗ മത്സരത്തിൽ ഒരു 3rd പ്രൈസ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് കവിത എഴുത്തിനൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. 3 തവണ മഹാത്മാഗാന്ധി സർവകലാശാല കലോത്സവത്തിൽ കവിത എഴുത്തിന് 1ാം സ്ഥാനം കിട്ടിയ ആളാണ് ഞാൻ. നിങ്ങളുടെയൊക്കെ ഭാഗ്യത്തിന് ഞാൻ പിന്നെ കവിത എഴുതിയില്ല. കാരണം ഞാൻ ആ കാലത്ത് നന്നായി കവിത വായിച്ചിട്ടില്ല. MA-ക്ക് പഠിക്കുമ്പോൾ ഞാൻ പിന്നെ വൈലോപ്പിള്ളി വായിച്ചു, എടശ്ശേരി വായിച്ചു, അങ്ങനെ കുറേ. കുമാരനാശാനൊക്കെ വായിക്കുന്നത് MA-ക്കാണ്. അപ്പോൾ പിന്നെ ഞാൻ തീരുമാനിച്ചു ഈ പണി നമ്മൾ എടുക്കണ്ട എന്ന് തീരുമാനിച്ചു. അതോടെ കവിത എഴുത്ത് നിർത്തി. പക്ഷെ അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഈ കാവ്യഭാഷ എന്ന് പറയുന്നത് ഉള്ളിൽ കയറി. വൈലോപ്പിള്ളിയുടെയോ എടശ്ശേരിയുടെയോ ആശാൻ്റെയോ ഒക്കെ പ്രയോഗങ്ങൾ വലിയൊരു പദസഞ്ചയം ഉള്ളിൽ കയറി. ഒരു നിർണായക സന്ദർഭത്തിൽ നിങ്ങൾ വിസ്തരിച്ച് പ്രസംഗിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ വലിയ ഫലപ്രാപ്തി അതിന് പര്യാപ്തമായ ഒരു 2 വരി കവിത ഉദ്ധരിച്ചാൽ കിട്ടും. അങ്ങനെ കവിതയുടെ വേറൊരു ഡയമെൻഷൻ വാസ്തവത്തിൽ പ്രസംഗത്തിലുണ്ട്. ഞാൻ വാസ്തവത്തിൽ പ്രസംഗത്തിലേക്ക് വന്നത് പ്രസംഗമായിട്ടൊന്നും ബന്ധപ്പെട്ടല്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്. അങ്ങനെ ക്ലാസ് മുറികളിൽ ക്യാമ്പയിനിങ്ങിന് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് പലതും പറഞ്ഞാണ് വാസ്തവത്തിൽ പ്രസംഗത്തിലൊരു ശീലം കിട്ടിയത്. പിന്നെ MA ഒക്കെ കഴിഞ്ഞ കാലം മുതൽ ഏതാണ്ടൊരു MA കഴിഞ്ഞതിന് ശേഷമുള്ളൊരു കാലം, ഒരു 20-22 വയസ്സായപ്പോഴാണ് പൊതുപ്രസംഗം തുടങ്ങിയത്. ഇപ്പം കഴിഞ്ഞൊരു 30-35 കൊല്ലമായിട്ട് ഇത് ഓടുന്നു എന്നേ പറയാനുള്ളൂ. അതിൽ സഹജമായൊരു താല്പര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ കേട്ടോ. ആദ്യകാലത്തൊക്കെ എൻ്റെ പ്രസംഗം കേട്ടാൽ ഒന്നും മനസ്സിലാവില്ല എന്നാണ് ആളുകൾ പറഞ്ഞിരുന്നത്. എൻ്റെ അടുത്ത് കാരശ്ശേരി മാഷ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിൻ്റെ പ്രസംഗം മനസ്സിലായില്ല എന്ന് ആളുകൾക്ക് മനസ്സിലാവില്ല എന്നാണ്. അതുകൊണ്ട് ആളുകൾ സഹിക്കണതാണ് എന്നെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതും ചിലപ്പോൾ ശരിയായിരിക്കും. എന്തായാലും അങ്ങനെ അത് പോകുന്നു. ഇപ്പോൾ പക്ഷേ ഞാൻ കഴിഞ്ഞ ഒരു 5-10 വർഷം കൊണ്ട് ഈ അക്കാദമിക പ്രസംഗത്തിൽ നിന്ന് സാമൂഹിക വിഷയങ്ങൾ പറയാൻ നിർബന്ധിതനായി തീർന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിലുണ്ടായി. അപ്പോൾ കൂടുതലായിട്ട് കവലകളിൽ നിന്ന് പറയേണ്ടി വരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കപ്പലണ്ടി കച്ചവടക്കാരനെയും കൂടെ കൂട്ടണം, പ്രൊഫസർമാരെയും പണ്ഡിതന്മാരെയും മാത്രമല്ല. അപ്പോൾ അവരോട് സംസാരിക്കുക എന്ന് പറയണത് നിങ്ങളുടെ ഈ വലിയ പദാവലികൾ കൊണ്ടൊന്നും പറ്റില്ല. പക്ഷേ ഈ ആശയം അവരിലെത്തണം. അങ്ങനെ കനപ്പെട്ടതെന്ന് കരുതുന്ന അക്കാദമിക ആശയങ്ങളെ പൊതുസമൂഹത്തിൻ്റെ ഒരു സാമാന്യതയിലേക്ക് പരിഭാഷപ്പെടുത്താൻ പറ്റുന്ന ഒരു ഭാഷ പതിയെ ഇവോൾവ് ചെയ്ത് വന്നു. അതെങ്ങനെ വന്നു എന്നൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ പതിയെ അത് വരികയും ഇപ്പോൾ കുറച്ചൊക്കെ അതിനൊരു ഫലപ്രാപ്തി ഉണ്ടെന്ന് പറയാം. എല്ലാം വ്യക്തമായി എന്നൊന്നും പറഞ്ഞുകൂടാ, എങ്കിലും അങ്ങനെ ഏകദേശം ഉത്തരമായും തോന്നണം. ഇനി വിട്ടേക്കണം. ഒരു ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കാം. പക്ഷേ എൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്. ഹായ് പക്ഷേ എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ, ഒരു പ്രഭാഷകൻ എന്ന രീതിയിൽ തങ്ങളുടെ കേൾവിക്കാരുമായിട്ട് സംവേദിക്കുമ്പോൾ അതിനകത്ത് നിന്ന് തങ്ങൾക്കുണ്ടാകുന്ന ചില വൈകാരികത ഉണ്ട്. അതൊന്ന് പങ്കുവയ്ക്കാൻ കഴിയുമോ? അതേപോലെ തന്നെ താങ്കളെ ഏറ്റവും സ്വാധീനിച്ച എഴുത്തുകാരൻ, പുസ്തകം, ഇതും കൂടി ഒന്ന് പറഞ്ഞാൽ സന്തോഷമായിരുന്നു. രണ്ടും വിസ്തരിച്ച് പറയണമെങ്കിൽ 1 മണിക്കൂർ വേണം. ഞാൻ പറയാം, രണ്ടും പറയാം. അല്ല, പ്രസംഗത്തിൻ്റെ സന്ദർഭത്തിൽ വൈകാരിക അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. വാസ്തവത്തിൽ ഒരു പ്രസംഗം ഫലപ്രാപ്തിയിലെത്തുന്നത് നമ്മളെ അത് ഇമോഷണലി സ്പർശിക്കുമ്പോഴാണ്. എന്നെ സ്പർശിക്കാത്തൊരു പ്രസംഗം കേൾക്കണ ആളെ സ്പർശിക്കില്ല. പറയുന്ന സമയത്ത് ഞാൻ ഇൻവോൾവഡ് അല്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, ആളുകൾ ഇൻവോൾവഡ് ആവില്ല. ജനങ്ങളെ പറ്റിക്കാനൊന്നും പറ്റില്ല. നിങ്ങളുടെ ആടയാഭരണങ്ങൾ കൊണ്ട്, അലങ്കാരങ്ങൾ കൊണ്ട് 5 മിനിറ്റൊക്കെ പ്രസംഗിക്കാം, 15 മിനിറ്റ് പ്രസംഗിക്കാം. പക്ഷേ നിങ്ങൾ പറയുന്നത് മനുഷ്യർ കേൾക്കണമെങ്കിൽ നിങ്ങൾ അതിൽ അനുഭവമുള്ളവരായിരിക്കണം. അപ്പം മാത്രമേ അത് കേൾക്കുന്നവരിലെ അനുഭവം ഉണ്ടാവുള്ളൂ. അത്തരം അനുഭവങ്ങൾ നിശ്ചയമായിട്ടും പറയുന്ന സമയത്തുണ്ട്. പല അനുപാതത്തിലായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇമോഷണലി ഇൻവോൾവഡ് ആവാതെ വാസ്തവത്തിൽ നമുക്ക് നന്നായി സംസാരിക്കാൻ കഴിയില്ല. അത് എത്ര ദാർശനികമായ കാര്യമാവട്ടെ, എത്ര വൈകാരികമായ കാര്യമാവട്ടെ, അതിൽ നമ്മളുടെ പേഴ്സണൽ ലെവൽ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും അനിവാര്യമായൊരു ഘടകമാണ്. ചില സന്ദർഭങ്ങളിൽ പക്ഷേ ഇത് വളരെ
ഉയർന്നു പോവുകയും ചെയ്യും. ഇപ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രസംഗങ്ങളിൽ ചിലത് എന്ന് ഞാൻ കരുതുന്നത് 10-15 പേര് മാത്രം കേട്ട ഒരു സന്ദർഭത്തിൽ ഞാൻ നടത്തിയ പ്രസംഗമാണ്. ഒരു പുസ്തക പ്രദർശനം, ഇതുപോലെ ഒരു ബുക്ക് എക്സിബിഷൻ 10-12 വർഷം മുമ്പാണ് എറണാകുളത്ത് ഒരു ടൗൺ ഹാളിൻ്റെ മുമ്പിൽ നടക്കുന്നു. അപ്പം ഞാനവിടെ സംസാരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ സംസാരിച്ച് വന്ന് ഞാൻ ഭാവന എന്ന് പറയുന്നത് മനുഷ്യവംശത്തിന് എന്തുകൊണ്ട് ആവശ്യമാണ് എന്ന ആശയത്തിലേക്ക് എത്തി. അങ്ങനെ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ പറഞ്ഞങ്ങനെ വന്ന് കയറിയൊരു വിഷയമാണ്. പക്ഷേ പറഞ്ഞു വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി അത് അതുല്യമായ ഒരു ഭാഷയിലേക്ക് വികസിക്കുന്നുണ്ട്, അത്യുജ്വലമായ ആശയങ്ങൾ വരുന്നുണ്ട്. നമ്മളറിയാതെ ഒരു ട്രാൻസിലേക്ക് കടക്കുന്ന സന്ദർഭങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരു തലത്തിലേക്ക് ഞാൻ കടക്കുന്നുണ്ടെന്ന് എനിക്ക് സ്വയം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാനായിട്ട് ആകെ 10 പേരുള്ളൂ. അത് പുസ്തകം വാങ്ങാമെന്ന് വന്ന ആളുകൾ വിശ്രമിക്കാനിരിക്കുന്നതാണ്. അവരാരും ഇത് ശ്രദ്ധിക്കുന്നില്ല. ഇത് നല്ല പ്രസംഗമാണെന്ന് വാസ്തവത്തിൽ എനിക്ക് മാത്രമേ അറിയുള്ളൂ. ആ പ്രസംഗം റെക്കോർഡ് ചെയ്യപ്പെട്ടില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാം. വളരെ നന്നായിട്ട് നമ്മൾ ഒരുങ്ങി ചെല്ലുന്ന പ്രസംഗത്തിൽ ഒട്ടുമേ ഫലിക്കാതെ പോകാം. പ്രസംഗം നന്നാവുന്നതിന് ഒരുപാട് ഘടകമുണ്ട്. നമ്മുടെ വൈകാരിക മനോഭാവമുണ്ട്, മൈക്കിൻ്റെ ക്വാളിറ്റി ഉണ്ട്, ഓഡിയൻസിൻ്റെ പങ്കാളിത്തമുണ്ട്. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഒരു പ്രസംഗം നന്നാവുക. ശരാശരി നമുക്ക് എപ്പോഴും ഓടിച്ചെത്തിക്കാം. പക്ഷെ നന്നാവണമെങ്കിൽ അത് പല ഘടകങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു കൺവർജൻസിലേ ശരിയാവുള്ളൂ. അതെപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. അതിലേറ്റവും പ്രധാന കമ്പോണൻറ്റ് നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് കൂടിയാണ്. അത് ഒഴിവാക്കാൻ പറ്റില്ല. അതാണ് എനിക്ക് അതിനോടുള്ള ഒരു സാമാന്യമായ പ്രതികരണം. പിന്നെ ഏത് പുസ്തകങ്ങൾ വായിച്ചു എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഒറ്റ പുസ്തകമായിട്ട് പറയാൻ പ്രയാസമാണ്. കാരണം ഓരോ കാലത്തും ഓരോ പുസ്തകങ്ങൾ നമ്മളെ സ്വാധീനിക്കും. ഇപ്പം ഞാൻ 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ പാവങ്ങളുടെ വിവർത്തനം വായിക്കുന്നുണ്ട്. അതെന്നെ വല്ലാതെ അന്ന് സ്വാധീനിച്ച ഒരു പുസ്തകമാണ്. പക്ഷെ അന്ന് വായിച്ച പാവങ്ങളാണോ ഇപ്പോൾ വായിക്കുക? നിശ്ചയമായിട്ടും അല്ല. അതുകൊണ്ട് ഓരോ കാലത്തും നമ്മളൊരു പുസ്തകം, പാവങ്ങളെ ഞാൻ 3-4 തവണ വായിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അത് പുതുതായിട്ട് വായിക്കാൻ കഴിയുന്നുണ്ട്. ഡെസ്റ്റോവ്സ്കി വായിച്ച സമയത്ത് വാസ്തവത്തിൽ മലയാളത്തിൽ മോഡേണിസം കത്തിപ്പിടിച്ചിട്ട് അസ്തിത്വവാദം അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സമസ്യകളുടെ ഭാഗമായിട്ടാണ് അത് വായിക്കുന്നത്. ഡെസ്റ്റോവ്സ്കി അത് എഴുതുന്നത് വേറൊരു കോണ്ടെക്സ്റ്റിലാണ്. നമ്മൾ വായിക്കുന്നത് 70കളിലും 80കളിലുമാണ്. ഇപ്പോൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് ഭിന്നമായിട്ട് അത് വായിക്കാൻ പറ്റും. അതുകൊണ്ട് ഏത് പുസ്തകമാണ് സ്വാധീനിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്കൊരു കൃത്യമായ ഉത്തരവില്ല. പക്ഷേ പൊതുവെ പറഞ്ഞാൽ ഒരു കാര്യം മാത്രം പറയാം, അന്തസ്സംഘർഷങ്ങളെ ആഴത്തിൽ അനുഭവിപ്പിക്കാൻ കഴിയുന്ന എഴുത്താണ് പൊതുവെ എനിക്ക് ഹൃദ്യമായി തോന്നിയിട്ടുള്ളത്. മനുഷ്യാവസ്ഥയുടെ വൈരുദ്ധ്യങ്ങളെ, സംഘർഷങ്ങളെ കൊണ്ടുവരാൻ എഴുത്തിന് പറ്റുന്നില്ല. പകരം അത് വളരെ ഫ്ലാറ്റായ ചില തത്വങ്ങൾ പറയുന്നു എന്നാണെങ്കിൽ പൊതുവിൽ എനിക്കത് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ രാഷ്ട്രീയമായി വളരെ പെർഫെക്റ്റായ കൃതികളൊക്കെ ഉണ്ടല്ലോ, പൊളിറ്റിക്കൽ കറക്റ്റ് എന്നൊക്കെ പറയുന്ന അത്തരം കൃതികളൊക്കെ എന്നെ പൊതുവേ സ്പർശിക്കാറില്ല. അതിന് ഗുണമാണോ ദോഷമാണോ എന്നൊന്നും ഞാൻ പറയല്ല കേട്ടോ, എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ വരരുത്. പക്ഷേ എന്നെ പൊതുവേ ഈ വൈരുദ്ധ്യങ്ങളാണ് ആകർഷിക്കുന്നത്. അല്ലാതെ അവസാന ശരി പറയുന്ന കൃതികളൊന്നും നല്ല കലയല്ല എന്നാണ് കേട്ടോ എൻ്റെ വാദം. ഞാൻ കലയെക്കുറിച്ച് കൊണ്ടു നടക്കുന്ന ഏറ്റവും വലിയ വാക്യം വാൾട്ട് വിറ്റ്മാൻ്റെ ഒരു കവിതയിലുണ്ട്. വാൾട്ട് വിറ്റ്മാൻ ഒരു കവിതയിൽ സോങ് ടു മൈസെൽഫ് എന്നുള്ളൊരു കവിതയിൽ പറയുന്നുണ്ട്, ഡു ഐ കോൺട്രഡിക്റ്റ്? യെസ്, ഐ കോൺട്രഡിക്റ്റ്. ഐ ആം ലാർജ്, ഐ കണ്ടെയ്ൻ മൾട്ടിറ്റ്യൂഡ്സ്. ഡു ഐ കോൺട്രഡിക്റ്റ്? ഞാൻ പരസ്പര വിരുദ്ധമായി നിൽക്കുന്നുണ്ടോ? യെസ്, ഐ കോൺട്രഡിക്റ്റ്. എന്നിൽ പരസ്പര വൈരുദ്ധ്യങ്ങളുണ്ട്. ഐ ആം ലാർജ്, ഐ കണ്ടെയ്ൻ മൾട്ടിറ്റ്യൂഡ്സ്. വലുതാണ്, ജനസഞ്ചയങ്ങളെ മുഴുവൻ പേറി നിൽക്കുന്നതാണ്. അതിലെ വൈരുദ്ധ്യം ഉണ്ടാവും. ചരിത്രത്തിൽ പ്രവർത്തിച്ച ആർക്കും, ചരിത്രത്തോളം ആഴമുള്ള ഒരാളിൽ നിങ്ങൾക്ക് ഈ വൈരുദ്ധ്യങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല. വൈരുദ്ധ്യരഹിതമായ കല എന്നത് വാസ്തവത്തിൽ തൊലിപ്പുറത്തുള്ള ഒന്നാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഷേക്സ്പിയർ ആവട്ടെ, എഴുത്തച്ഛനാകട്ടെ, ആശാനാകട്ടെ, ബഷീർ ആകട്ടെ, വൈലോപ്പിള്ളി ആകട്ടെ, നിങ്ങൾ വലിയ എഴുത്തിലേക്ക് നോക്കിക്കോളൂ, വൈരുദ്ധ്യങ്ങളുടെ ഒരു പടക്കളം അതിലുണ്ടാവും. ഒരു കാര്യം കൂടി ഞാൻ ചേർക്കാൻ ആഗ്രഹിക്കുന്നു, ആ വൈരുദ്ധ്യങ്ങളൊന്നും അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളല്ല, ചരിത്രത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവർ കണ്ടെടുത്ത് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതാണ്. വാസ്തവത്തിൽ ആ വൈരുദ്ധ്യം നമ്മുടേതു കൂടിയാണ് എന്ന തിരിച്ചറിവാണ് വാസ്തവത്തിൽ വായന എന്ന് പറയുന്നത്. അങ്ങനെ വായിക്കാൻ കഴിഞ്ഞാൽ വായന നമ്മെ കുറെ കൂടി വിപുലീകരിക്കും എന്ന് വേണമെങ്കിൽ പറയാം.